അപ്പോൾ എല്ലാ മച്ചാർക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. കേസ് നമ്മൾ റാങ്ക് വിഷമല്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മറ്റേ യൂറോപ്യൻ ക്ലബിൻ്റെ പോട്ടിയൊക്കെ ഉള്ള ഇതൊക്കെ കറക്കി കളിച്ചിട്ട് എടുക്കാൻ പോവാണ് കേസ്. ഫസ്റ്റ് മാച്ച് ഇതാണ് കണ്ടിന്യൂ ചെയ്യാം കേസ്. നമ്മളിപ്പോൾ കളി അതൊക്കെ ഇച്ചിരി കുറച്ചു, അത് കാരണം 60 മിനിറ്റ്സൊക്കെ ഉള്ളൂ. യെസ് മാർക്കണസ് 52 കേസ്. ഇതെങ്ങനെ കറിഞ്ഞു പോയി കേസ്. വരൂ കേസ്. നമ്മുടെ 91 ഈ മച്ചാൻ 2 ബ്ലിറ്റ്സ് കാർഡിനെ കുറിച്ച് കൊണ്ട് മാച്ച് കളിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് മാച്ച്. ഇന്ത്യ വേഴ്സസ് ബൊറൂസിയ ഡോർബണ്ടു ഗേസ്. ഡോർബണ്ടുവിൻ്റെ കൂടെയാണ് ഫസ്റ്റ് കളി ഗേസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. റോഡ്രെ സീനായിരിക്കും. പിന്നെ ആരും ഇല്ല. ആ ഡ്രഗ്ബ സീന ഗസ്. നെയ്മറിനെ റൊണാൾഡോനെ മാറ്റിയിട്ടുണ്ട്. ഗബ്രി യെസ് തിളങ്ങാൻ പറ്റുമെന്ന് ആർക്കറിയാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് മാച്ച്. ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് കോപ്പിനെ മേടിക്കണോ അതോ ബെക്കം പവറിനെ മേടിക്കണം? ബെക്കം പവറാണ് ഇപ്പോൾ ഏറ്റവും നല്ല കോച്ച് എന്നാണ് യൂട്യൂബിലൊക്കെ കാണുന്നത്. റോഡ്രി ഫസ്റ്റ് മാർക്കി ത്രൂപോട്ടേ ബാറ്റി നമുക്കൊന്ന് ക്രോസ് ഫോൾ ഗൈസ്. തട്ടിയിട്ടിട്ടൊന്നുമില്ലേ? പണ്ടേ പാസ്വേഡ് മാറിക്കണിയോ? അർണോൾഡ് ക്രോസി. കുത്തി ഇല്ല. കുത്തു നെയ്മറേ എന്ത് ചെയ്യണത് നെയ്മർ? 2 ക്രോസാണ്. 2 ക്രോസ് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ക്രോസ്. വീണ്ടും ഇവനെ കൊണ്ട് ക്രോസ് സ്റ്റണ്ണിങ് വേണം. കുത്ത് ബാറ്റി ആരും കുത്തുന്നില്ല. 3ാമത്തെ ക്രോസ് ആയിരുന്നു. മാർക്കിനോസ് കയറിപ്പോയില്ല കേസ് മച്ചാനെ. സീനില്ല. മാർക്കിനോ ബാക്കിൽ പോടാ കണ്ടോ? അവൻ ഇപ്പോഴും ബാക്കിലോട്ട് ഓടുന്നത്. വൃത്തിയായിട്ട് പിന്നെ ഡിഫൻസ് കൊടുക്കാൻ പറഞ്ഞേ. അടിക്കില്ല കുത്തിക്കളാ. ഫസ്റ്റ് ഇത് അങ്ങനെ കയറിയിട്ടുണ്ട്. ബാക്കപ്പ് നമ്മൾ ഈ ഒരു 2-3 മാച്ച് കളിക്കുന്നുള്ളൂ. അതിൽ അൺബീറ്ററാണ് ആകണം കേസ്. അപ്പോൾ ഡ്രഗ്ബ പൊന്തിച്ച് കൊടുത്തു. സ്റ്റണ്ണിങ് പോട്ടെ. എനിക്ക് തൂക്കിയാറ് അധികം ഇഷ്ടമാണ്, പക്ഷേ പ്ലേസിലൊക്കെ പവർ പറയും. മാറിക്കണോ മച്ചാനെ? യെല്ലോ കാർഡ്. കേസപ്പം നമ്മളിതിലോട്ട് കയറിയിട്ട് നേരെ പോകുന്നൊരു കാര്യം, ഇത് കയറിപ്പോവൃത്തിയായിട്ടവൻ അവിടെ ഇരിക്കണം. മാർക്കുന്നത് അവന് പച്ച ബൂസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കൗണ്ടറൊക്കെ നമുക്ക് ഇടാം. നമ്മുടെ ഡ്രബിനിടാം. റേഫോമാര് ഫോളോ എടുക്കട്ടെ. ബാറ്റി സ്റ്റുഡാ വൃത്തിയായിട്ടവൻ ബാക്കോട്ട് വന്നിരുന്നു. ഓക്കെ വണ്ട് സീനാണ്. വണ്ടിന് ആരും ഒന്നും പറയണ്ട. വണ്ട് സീനാണ്. നെയ്മർ ഇവിടെ നിന്ന് ലെഫ്റ്റ് വെച്ചൊരു ബ്ലിറ്റ്സ്കൾ എങ്ങനെയുണ്ടാവും? കോബലിന് അങ്ങോട്ട് തന്നെ പോയി ഗേസ്. സീനില്ല. കോബൽ ബാക്കോട്ട് വസോളൂ എത്തിക്കടോ. ഡിഫൻസ് സെറ്റാണ് ഗേസ്. അപ്പോൾ മാർക്കി എടാ മച്ചാണേ വണ്ടേ സീൻ. നീ ഏതായാലും ഗബ്രി പൊട്ടിക്കോ. വേണ്ട ഒരു ചെറിയ ക്രോസ് വേണ്ട. നമുക്ക് ഇവനെ കൊണ്ട് സ്റ്റണ്ണിങ് ക്രോസ് പോട്ടെ. കുത്ത് എടാ ഇവനെന്ത് ബാക്കോട്ട് കുത്തി കൊണ്ടുപോകുന്നു? എടാ ഫ്രണ്ടിലോട്ട് കുത്തണ്ടേ? ഓഫ് സൈഡും കയറി.
കംബാക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ്. കംബാക്ക് നമ്മൾ ഉറപ്പാണ്. ജോർജ് കൊബൽ കുത്തിക്കള. നമ്മുടെ അങ്കറം വേണം. അങ്കറിനില്ലാതെ ഒന്നും പറ്റില്ല. പക്ഷെ അങ്കറിനില്ലാതെ ഇപ്പോൾ പറ്റിയാനെ. റോഡ്രണ്ണൻ ഓടുന്നുണ്ട്. ഇപ്പോൾ വേണേ. വിക്ടർ ബി സേവ്. പക്ഷേ എവിടെ വെറുതെ ഓഫ് സൈഡ്. ഓഫ് സൈഡ് കേസ് കൊടുത്തിട്ടുണ്ട്. കുത്തി പാസ് വെച്ചാനേ. ഇവിടെ വായി നോക്കിക്കല്ലേ ഗായ്സ്. അപ്പോൾ ജുലിൻ റൈസൻ ഓൺ ഗോൾ അടിച്ചെടുത്ത്. ആരെയും ഓൺ ഗോൾ അടിച്ചെടുത്താണോ? വൃത്തിയേട്ടന്മാരെ കൊണ്ട് ഇല്ല ഗൈസ്. നമ്മൾ ഗൈസ് റോഡ്രി അച്ഛന്മാരെ ഫോമാവ് നട്ടാ ഇപ്പം അവൻ ഉണ്ടാക്കി തന്നേനെ. ഇപ്പം എന്താ സുഖം. ഗോളും അടിക്കൂല, വെറുതെ ടേക്ക് ചെയ്യാം. എന്തൊരു സുഖം. മുട്ട വാടാ മുട്ട വരുന്നുണ്ട്. മുട്ട എന്തോ ചെയ്യും നമ്മളെ. മുട്ട നമുക്ക് എന്തൊന്നു മുട്ട നമുക്ക് കോഴിമുട്ട തന്നു. ആ മുട്ട ആർക്കാ കൊടുത്തേ? ബ്ലോക്കഡ് ബൈ റോഡ്രി. കൊണ്ട ഓഫ് സൈഡ് ആയിരുന്നു. വശത്തില്ല. സ്റ്റണ്ണിങ്. അവൻ അവിടെ കയറിയപ്പോൾ നമ്മളെ ഇവന്മാർക്ക് വിസിലടിക്കാം. മുട്ടയെ കൊണ്ട് തോറ്റു. മുട്ടയിൽ നിന്ന് നമ്മൾ അട്ടും എന്ന് വെച്ചാൽ പൊട്ടും. മുട്ട കാരണം പൊട്ടും. അതാണ് ഉദ്ദേശിച്ചത്. ഗേസ് റൈറ്റ് കാർഡ്. ഓക്കെ, നമുക്കൊരു ക്രിസ്റ്റീനിയോ ക്യൂട്ടിനെ ഇറക്കാം. ക്രിസ്റ്റി വേണ്ട, ക്യൂട്ട് കാണിക്കട്ടെ. ക്രിസ്റ്റി ഗൈസ് ബാക്കോട്ട് ഇറക്കിയിട്ട് ഗൈസ് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഇവനെ ഇവിടെ കയറ്റാം. ഡിസേർഡ് വേണ്ട. ഇപ്പം നെയ്മറാണ് ഇച്ചിരി കൂടെ ബ്ലിറ്റ്സ് കൂടുതൽ. എന്തായാലും വേണം കേൾക്കാം ഗൈസ്. ഇവിടെ അച്ചാവരെ എന്തായാലും ചെയ്യില്ല. ഗൈസ് നമ്മൾ നേരെ മാച്ചിലോട്ട് പോവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കംബാക്ക്. മറ്റേ 4-2 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോവൻ്റെ കൂടെ ഇതാക്കിയതുപോലെ ബാക്കപ്പ് ചെയ്യണം. ബട്ട് ഇത് പ്ലസ്സാണ്. നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കളിക്കുന്നതിനെ അനുസരിച്ചിരിക്കും. അതുപോലെ ബ്ലാസ്റ്റേഴ്സിനൊക്കെ കഴിവുണ്ട്. നമുക്കിതിൽ ഇതധികം കഴിവില്ല. വിക്ടർ ബിയെ കൊണ്ട് കുടുങ്ങിയില്ലോ. മച്ചാ സേവ് ആണ്, കൊടുക്കുകയും ചെയ്യും. അടിച്ചാ ഇല്ല, കൊന്നിട്ട്. മുട്ട നമ്മുടെ ബാഗാണ്. ഇപ്പോൾ ഡ്രോഗ്ബ കയറുന്നുണ്ട്. നമുക്ക് പൊട്ടിക്കാം. വേണ്ട, പൊട്ടിക്കണ്ട. പൊട്ടിക്കാൻ ചൂട്ടടിച്ച് എന്ത് പറയുന്നു. എന്ത് പൊട്ടനാണല്ലേ. ബാക്കോട് എടുത്തിട്ട് കയറുക അതായിരുന്നു. ഞങ്ങളുടെ ഒരു മെയിൻ ട്രിക്ക് ഉണ്ട്. എൻ്റെ ഒരു മെയിൻ ട്രിക്ക് കേസ് നമ്മളെടുക്കാൻ പോവാന്ന്. മെയിൻ ട്രിക്ക് 6 ഷേഡ് ഗൈസ്. അതെടുത്തിട്ട് പിന്നെ ഷോട്ട് കൊണ്ടർ 2 ഓപ്ഷൻ 2 ഓപ്ഷൻ നമ്മളെടുത്ത്. പിന്നെ ഓടി വാ വച്ചാമാരെ. തെറ്റിപ്പോയി. നെയ്മർ ബ്ലിറ്റ്സ്. അത്രേ ഉള്ളൂ. ബ്ലിറ്റ്സ് തന്നെ പൊട ഇറങ്ങി. എനിക്ക് ഗോള് കാണണം ഗൈസ്. എനിക്ക് ഗൈസ് ബ്ലിറ്റ്സ് വന്ന ആ ട്രിക്ക് ഏറ്റു. ഞാൻ ട്രിക്ക് ഇവൻ ഇങ്ങോട്ട് കൊടുത്തിട്ടായിരുന്നു. പക്ഷെ ആ തെറ്റിപ്പോയത് കാരണം ബ്ലിറ്റ്സ് തന്നെ കെട്ടി എന്തായാലും. യെസ്, അപ്പം നമ്മൾ കംബാക്കിന് വേണ്ടി ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നു. ഇനി സെക്കൻഡ് ഗോൾ, തേർഡ് ഗോൾ അങ്ങനെ അടിച്ചുകൊണ്ട് വരണം. ജയിച്ചില്ലെങ്കിൽ അൺബീറ്റൺ ആവണം. സമനില മതി, തോക്കാൻ മടിയാ. വെറുപ്പിക്കുന്നു മച്ചാമാർ ഒരു ഗോൾ അടിച്ചാൽ വെറുപ്പീരാ. സെർജാവോ നെയ്മർ നെയ്മർ വേണ്ട. സെർജാഹോ വന്നെടുക്കണം. നിനക്കെന്ത് വയ്യേ? എന്നെക്കൊണ്ട് അധികം എന്താ കളിപ്പിച്ചില്ലേ? കളിപ്പിച്ചില്ലല്ലോ. അയ്യോ മുഞ്ചി കർത്താവ് ഇടങ്ങേറായല്ലോ. ഇവന്മാരെ കൊണ്ട് വെറുപ്പിക്കുന്നല്ലേ. വെറും തൂക്കേറ്. നമുക്കിനി തൂക്കേറൊന്ന് നോക്കട്ടെ. നമുക്ക് ഒറ്റ തൂക്കേറൊന്ന് കാണിച്ചു വെക്കാം. ഇതാണ് നമ്മുടെ തൂക്കേറ്. കണ്ടേ കുത്തുകണ്ടേ. കുത്ത് ഒന്ന് പൊട്ടിച്ചാലോ? പൊട്ടിക്കോണേ. അതാണ് പൊട്ടീര്.
ക്യൂട്ടിൻ്റെ ആ ലോങ് പാസ്സാണ് അതിനെല്ലാം കാരണമായത്. ഗേസ് ആ ക്യൂട്ടിൻ്റെ പൊട്ടിക്കൽ നോക്ക്, പൊട്ടിച്ച് പോലെ ആ വല എഡിറ്റ് ആയ കാരണമാണ് ഇതാക്കാൻ ഈ ഫുട്ബോൾ ഗെയിമിലായത് കാരണം. അല്ലെങ്കിൽ വല പൊട്ടിയാലേ ക്രിസ്ത്യാനോ ഒന്ന് പൊട്ടിച്ച പോലെ. പെനാൾട്ടിയാണോ ഫ്രീ കിക്കാണോ അടിച്ചത്? പെനാൾട്ടി തോന്നുന്നു വല പൊട്ടിച്ചത്. കൊന്ന് അമാരിന് ഓടിക്കാൻ നോക്കും, അതന്നെ നമ്മൾ പാസ് കൊടുക്കും ഓടിക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അയ്യോ അടിക്കില്ലേ, 2 കട്ടിയിട്ട് പറഞ്ഞ പോലെ 2-2 കംബാക്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് പോലെ 4-3 ആവൂ, അല്ല 4-2 ആവുമെന്ന് ഓർക്കണേ. ക്രോസ് ആയിരിക്കും. അയ്യോ 2 ഫുള്ള് കട്ടിയുണ്ട്, 2 രക്ഷിക്കുന്നുണ്ട്. വിക്ടർ അണ്ണാ സേവി. വാട്ട് എ ബ്ലോക്ക്. ആ കറുത്ത രൂപക്കാരൻ മോനെ രക്ഷിച്ച് ക്രിസ്റ്റി. കേസ് നമുക്ക് അയ്യോ ക്രിസ്റ്റി ഉണ്ട്. പക്ഷേ നിക്കോ കൊണ്ട് അവിടെ രക്ഷയിലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു അകത്തോട്ട് പോകും കേട്ടോ. ഓക്കെ പാസ്വേഡ് ഡ്രഗ്ബിൻ്റെ ഹെഡും പിന്നെ ആ പാസ്സുമാണ്, അല്ല മറ്റേ ലോങ് റേഞ്ച് സർജാഹുവിൻ്റെ പാസ്സുമാണ് ആ ഗോളിന് കാരണമായത്. പാസ്വേഡ് റോഡ്രി മിസ് പാസ് അടിച്ചില്ല. വിക്ടർ ബി എൻ്റെ കയ്യിലോട്ട് കൊടുത്തത്. താങ്ക്സ് അണ്ണാ. കുത്തില്ല. നെയ്മറണാ പവർ പറഞ്ഞു. നെയ്മറിനെ മാറ്റണം എന്ന് തോന്നുന്നു. ഇനി ഇത് വരും മാറ്റാം. ഡബിൾ ടച്ചാ നെയ്മറേ. ഡബിൾ ടച്ച് എന്താ കാണിച്ചു കൊടുക്കണ്ട. പക്ഷേ നെയ്മർ വേണ്ട. നെയ്മർ കളിച്ചിട്ട് ഒരു ബ്ലിറ്റ്സ് നോക്കാം. വേണ്ട ബ്ലിറ്റ്സ് എന്താ പറയാ, എന്ത് ചെയ്യണമെന്ന് സിറ്റുവേഷനിനനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും കളി സമനിലയോ പൊട്ടുകയോ ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസം. കൊന്നു റോഡ്രി ഗുസറി ചക്കപ്പഴം ചക്കിക്ക് രക്ഷപ്പെട്ടു. ആ പോസ്റ്റ് തട്ടിപ്പോയേ ഭാഗ്യം. ലാസ്റ്റ് മിനിറ്റ് ആയത് കാരണം തൂക്കിയേർ വേണം. ആ തൂക്കിയേറിലൂടെ ത്രൂ ഗൈസ് കൊടുക്കാം. വേണ്ട പാസ് കൊടുത്തേക്കാം. കേസ് ലാസ്റ്റ് 97 എടാ വിളിക്കടാ. നേരത്തെ ഞങ്ങൾ ഇതാക്കുമ്പോൾ അതന്നെ ഞങ്ങൾ ഇതാക്കിയില്ലല്ലോ. സമനിലയെങ്കിലും ഇത് മതി മാച്ചാൻ വരെ ഗൈസ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഒരു മാച്ച് മതി. പക്ഷേ ഈ കറക്കുന്ന ഗൈസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഗൈസ് കറക്കാൻ പോവാണ്. അതന്നെ ഒരു കളി കൊണ്ട് 2 റോഡയില്ലേ ഗൈസ്. നമ്മൾ നേരത്തെ കറക്കാൻ പോവാണ് നേരെ ഗൈസ്. മെക്കാലിസ്റ്ററിനല്ല കറക്കുന്നത്, ഡാനിയൽ വേണ്ടിയാണ് കറക്കുന്നത്. ഗ്യാസ് ഒന്ന് തന്നാൽ മതിയായിരുന്നു. ഒന്ന് താടാം ഗ്യാസ്. ഒരു ട്രിക്കുണ്ട്, ക്യാൻസൽ ചെയ്തു. മൂന്നാമത്തെ ക്യാൻസൽ ചെയ്തു, 4 ക്യാൻസൽ ചെയ്തു, 5 ക്യാൻസൽ ചെയ്തു, 6 കൊടുക്കാൻ പോവാണ് ഗൈസ്. 1 കേസ് കൊടുത്തിരിക്കുന്നു. പ്ലീസ് ഗിവ് ഡാനി ഓൾബം പൊട്ടിക്കാം. കീറ് നാണമുണ്ടോടാ ബസ്സേ? നാണമുണ്ടോ കൊണാമി? ബസ്സിട്ട് പോടാ. നാണമുണ്ടോ കേസ്? അപ്പം നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം കേസ്. അപ്പം ശരി, ഈ വീഡിയോ നമ്മളിതാ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു.